Good morning. Once again, welcome to another chapter of our Litmosphere textbook, Poetry by Marian Moore. Okay, Litmosphere textbookലെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള പോം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് റിട്ടൺ ബൈ പോയറ്റ് മറിയൻ മോർ. Now let's talk about the author. As already mentioned, Marian Moore is our author. പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള പോം എഴുതിയിട്ടുള്ളത് ഇറ്റ്സ് മറിയൻ മോർ. ഓക്കെ, ഷി വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ ഹൂസ് പോയട്രി വാസ് മാർക്ക്ഡ് ബൈ കീൻ ഒബ്സർവേഷൻ ആൻഡ് ന്യൂ പോയറ്റിക് ടെക്നിക്സ്. ഇത് രണ്ടും മറിയൻ മൂറിൻ്റെ പോയട്രീൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. വിച്ച് മീൻസ് കീൻ ഒബ്സർവേഷനും ന്യൂ പോയറ്റിക് ടെക്നിക്സും മറിയൻ മൂറിൻ്റെ എല്ലാ പോയട്രിയിലും നമുക്ക് കാണാൻ പറ്റും. ഷി വാസ് വൺ among the most fascinating poets in the 20th century. 20th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന പോയറ്റ്സിൻ്റെ ഇടയിൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോംസ് എഴുതിയിരുന്ന ഒരു പോയറ്റായിരുന്നു മറിയൻ മോർ. ഹർ ഫസ്റ്റ് ബുക്ക് ടൈറ്റിൽ പോംസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ലണ്ടൻ ഇൻ 1921. ഹർ നെക്സ്റ്റ് ബുക്ക് ഓഫ് പോംസ് കളക്റ്റഡ് പോംസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1951. ഓക്കെ, ഫസ്റ്റ് പോയട്രി കളക്ഷൻ്റെ പേര് പോംസ് എന്നും സെക്കൻഡ് പോയട്രി കളക്ഷൻ്റെ പേര് കളക്റ്റഡ് പോംസ് എന്നുമാണ്. ഓക്കെ, the next point about our author Marian Moore is that she was the editor of the well-known American journal The Dial. The Dial എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ ജേണലിൻ്റെ എഡിറ്റർ ആയിരുന്നു മറിയൻ മോർ. And Moore was a disciplined critic and a reviewer too. Other than writing poems, she was a critic and a reviewer. പോം എഴുതുക എന്നുള്ളതിനപ്പുറം ഷി വാസ് എ ക്രിട്ടിക് ആൻഡ് എ റിവ്യൂവർ. ആ പോംസ് ആ ലേഡി എഴുതുന്ന പോംസും വേറെ ആൾക്കാർ എഴുതുന്ന പോംസിനെയും ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ റിവ്യൂ ചെയ്യുകയും ഒക്കെ മറിയൻ മോർ ചെയ്യാറുണ്ടായിരുന്നു. മൂർ റിസീവ്ഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ഹെർ വർക്ക് കളക്റ്റഡ് പോംസ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കളക്ഷൻസിൻ്റെ പേര്, ഒന്ന് പോംസ് എന്നും സെക്കൻഡ് വൺ കളക്റ്റഡ് പോംസ് എന്നുമാണ്. അതിൽ കളക്റ്റഡ് പോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിന് ഷി റിസീവ്ഡ് പുലിറ്റ്സർ പ്രൈസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഓതർ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഓതറിനെ കുറിച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഇറ്റ്സ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി പോം. നമ്മൾ പഠിക്കാൻ പോകുന്ന പോയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദാറ്റ്. Marian Moore's poem titled Poetry is written in a conversational tone and speaks about how poetry is viewed by various kinds of readers. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്, പോയത്തിൻ്റെ ടൈറ്റിലാണ് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, മറിയൻ മൂർ എഴുതിയിട്ടുള്ള പോയത്തിൻ്റെ ടൈറ്റിലാണ് പോയട്രി. ഓക്കെ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ കോൺവെർസേഷണൽ ടോൺ. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ഇൻ കോൺവെർസേഷണൽ ടോൺ. കോൺവെർസേഷൻ മീൻസ് നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ഫോമാറ്റ് കിടക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു പോയം എഴുതുന്ന പോലെയല്ല എഴുതിയിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഒരാളെടുത്ത് സംസാരിക്കുന്ന ഒരു ടോണിലാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് സ്പീക്സ് അബൌട്ട് ഹൗ പോയട്രി ഈസ് വ്യൂഡ് ബൈ വേരിയസ് കൈൻഡ്സ് ഓഫ് റീഡേഴ്സ്. ഓക്കെ, ആൻഡ് അതിലെന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? നത്തിങ് അതർ ദാൻ വേറൊന്നിനെ കുറിച്ചിട്ടുമല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഡിസ്കസിങ് അബൌട്ട് ഹൗ ഡിഫറെൻറ്റ് വ്യൂവേഴ്സ് ഓർ ഡിഫറെൻറ്റ് റീഡേഴ്സ് വ്യൂ ഈച്ച് കൈൻഡ് ഓഫ് പോയട്രി. ഒരാൾ എഴുതുന്ന പോയത്തിനെ എങ്ങനെയാണ് ബാക്കിയുള്ള റീഡേഴ്സ് നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയട്രിയിൽ മറിയൻ മൂർ പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയത്തിൽ മറിയൻ മൂർ പറയുന്നത്. Next thing, she favors a genuine physical reaction than an intellectual one in the readers. റീഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് എടുക്കുന്നത്. അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിനെയോ അവരുടെ ഐക്യു എന്നും ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഒരു നോർമലായിട്ടുള്ള ഒരു റീഡർ ഒരു പോം വായിക്കുമ്പം അതിനോട് റിയാക്ട് ചെയ്യുന്നത്, ആ രീതിയിലാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ദിസ് പോം വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1919. ആദ്യമായിട്ട് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്യുന്നത്. ബട്ട് മൂർ റിവൈസ്ഡ് ഇറ്റ് മെനി ടൈംസ് ആൻഡ് ദ ഫൈനൽ version, which has only 3 lines, was published in 1967. 1990 എഴുതിയ സാധനം അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല മറിയൻ മോർ. അത്രയും എഴുതിയിരുന്ന ഒരു പോയട്രിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കാരണം 1967 അതിനെ വീണ്ടും റിവൈസ് ചെയ്തിട്ട് 3 lines ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ 3 lines ആക്കി മാറ്റിയത് 1967. 1919 അതിൻ്റെ ഫസ്റ്റ് വേർഷൻ എഴുതുന്നത്. 1919 എഴുതിയിട്ടുള്ള ഫസ്റ്റ് വേർഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആൻഡ് ദാറ്റ് വേർഷൻ കണ്ടെയ്ൻസ് 30 lines. 30 lines ഉള്ള ആ വേർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. Moore has written this poem in free verse and she doesn't follow the conventional line, and she breaks here, maybe in order to represent her complex emotions related to poetry. Already mention ചെയ്ത കാര്യമാണ്, ഇതൊരു പോയത്തിൻ്റെ രൂപത്തിലല്ല എഴുതിയിട്ടുള്ളത്, ഒരു കോൺവെർസേഷൻ പോലെയാണ് എഴുതിയിട്ടുള്ളത്.
that's why here it says that she wrote this poem in free verse. ഫ്രീ വേഴ്സിൽ ഒരു പ്രോസ് എഴുതുന്ന പോലെയാണ് മറിയൻ മൂർ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഷി ഡസൻറ്റ് ഫോളോ ദ കൺവെൻഷണൽ ലൈൻ ആൻഡ് ഷി ബ്രേക്സ് ഹിയർ, വിച്ച് മീൻസ് കൺവെൻഷണൽ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്, ആ രീതിയിലല്ല ഇതിവിടെ എഴുതിയിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഒരു പ്രോസ് എഴുതുന്ന പോലെ, ഒരു സ്റ്റോറി എഴുതുന്ന പോലെ ലാഗ് ഇല്ലാണ്ട് അങ്ങോട്ട് എഴുതി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മേ ബി ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് ഹെർ കോംപ്ലക്സ് ഇമോഷൻസ് റിലേറ്റഡ് ടു പോയട്രി. ആ ലേഡീൻ്റെ മൈൻഡിലുള്ള, നമ്മുടെ പോയറ്റിൻ്റെ മൈൻഡിലുള്ള കോംപ്ലക്സ് റിയാക്ഷൻസ് ഓർ പോയട്രീനെ കുറിച്ചിട്ടുള്ള കോംപ്ലക്സ് തോട്ട്സും എല്ലാം റീഡേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ വെച്ചിട്ടായിരിക്കാം ആ ഒരു കൺവെൻഷണൽ ലൈൻ ബ്രേക്കിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പ്രോസിൻ്റെ ഫോമിൽ എഴുതിയിട്ടുള്ളത്. The poem begins with the line I too dislike it, where it means poetry. I too dislike it എന്ന് പറഞ്ഞ ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ഇറ്റ് എന്ന് പറഞ്ഞ വേർഡ് സ്റ്റാൻഡ് ചെയ്യുന്നത് പോയട്രി എന്നുള്ള വാക്കിന് പകരമാണ്. ഓക്കെ, സോ ദ പോം ബിഗിൻസ് വിത്ത് ദ ലൈൻ I too dislike it means I too dislike poetry. ഓക്കെ, ഒരു പോയട്രീനെ കുറിച്ചിട്ട് I too dislike it, I too dislike poetry എന്ന് പറഞ്ഞ് തുടങ്ങുമ്പം ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ്, റൈറ്റ്? So let's see what she writes there. In the next few lines, she tries to tell us why many people dislike poetry. എന്നാൽ ഫസ്റ്റ് ലൈനിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും ദെൻ അവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ലൈൻസിൽ ഷീ ഈസ് സീയിങ് us why some people dislike poetry. എന്തുകൊണ്ടാണ് കുറച്ച് ആൾക്കാർക്ക് പോയട്രി ഇഷ്ടമല്ലാത്തത്? ഷീ കമ്പയർസ് പോയട്രി ടു എ ഫിഡിൽ. ഓക്കെ, ഒരു കുട്ടിക്കളിയായിട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിട്ടാണ് പോയട്രീനെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും പോയട്രി ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. Poetry might seem trivial as it deals with the simple things in life and the language can be ambiguous. ഓക്കെ, അങ്ങനെ ഫിഡിൽ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് പോയട്രി ലൈഫിൽ ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞി നമ്മളെല്ലാവരും പോട്ടെ എന്ന് വിചാരിച്ച് കളയുന്ന സംഭവത്തിൻ്റെ മേലിലായിരിക്കും പല ആൾക്കാരും പോയം എഴുതിയിട്ടുണ്ടാവുക. വളരെ സിമ്പിളായിട്ടുള്ള വല്ല എറുമ്പിനെ കുറിച്ചിട്ട്, ഇലേനെ കുറിച്ചിട്ട്, അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ട്രിവിയൽ ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ചിട്ടായിരിക്കും പല ആൾക്കാരും പോയം എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പുറമെ തന്നെ അതിൻ്റെ ലാംഗ്വേജ് ആംബിഗസ് ആയിരിക്കും, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ റീസൺസ് പറയുന്നത്. എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പോയറ്റ് തന്നെ നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത് കണ്ടിന്യൂസ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റാൻസസ് ദാറ്റ് പോയട്രി ഹാസ് എ ജെന്യൂൻ സ്പേസ് ഇൻ ഇറ്റ് വിച്ച് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ജെന്യൂൻ റീഡേഴ്സ്. ട്രിവിയൽ ആയിട്ടുള്ള ഫിഡിലായിട്ടുള്ള ലൈഫിലെ സില്ലി തിങ്സിനെ കുറിച്ചിട്ടാണ് പോം എഴുതുന്നതെങ്കിലും അതിൻ്റെ ലാംഗ്വേജ് ആംബിഗസ് ആണെങ്കിലും കൂടിയിട്ട് ജെന്യൂനായിട്ട് വായിക്കുന്ന ആളുകൾക്ക്, അത് ഇഷ്ടപ്പെട്ട് വായിക്കുന്ന, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വായിക്കുന്ന ആളുകൾക്ക് അതിലൊരു ജെന്യൂൻ സ്പേസ് കണ്ടെത്താൻ പറ്റും, അതിലൊരു ജെന്യൂൻ മീനിങ് കണ്ടെത്താൻ പറ്റും എന്നാണ് പോയറ്റ് പറയുന്നത്. Poetry doesn't discriminate. Instead, it prompts the readers to think about the simplest, unnoticed side of life in a language that is intense and honest. ജെന്യൂൻ റീഡേഴ്സിന് ജെന്യൂൻ സ്പേസ് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ റീസണായിട്ട് പറയുകയാണ്. കാരണം പോയട്രി ഒന്നിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ഹൈ സ്റ്റാൻഡേർഡുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് എഴുതുമെന്ന് ഒരു പോയറ്റും പറയുന്നില്ല. ഇൻസ്റ്റെഡ് ലൈഫിൽ സില്ലി ആയിട്ടുള്ള സാധനങ്ങളെ വരെ എൻജോയ് ചെയ്യാൻ, അതിനെ നോട്ടീസ് ചെയ്യാൻ, നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ഒരാൾ പോം എഴുതിയിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ, നമ്മൾ ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഓരോ പോയറ്റിനും ഓരോ പോയത്തിൽ വെച്ചിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ജെന്യൂൻ റീഡേഴ്സിന് അതിൽ ജെന്യൂൻ സ്പേസ് കാണാൻ പറ്റുമെന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള അൺനോട്ടീസ് ചെയ്യപ്പെടാത്ത സാധനങ്ങളെ കുറിച്ചിട്ട് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പോയറ്റ്സ് അത് എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾക്ക് അതിന് മീനിങ് കാണാൻ പറ്റും, അതിലൊരു സ്പേസ് കണ്ടെത്താൻ പറ്റും, അത് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മുടെ പോയറ്റ് പറയാനുള്ള കാരണം. Poetry helps those readers to perceive things in a lucid manner, help them to hold on to life and to admire the simplicity and variety in life. നന്നായിട്ട് പോയട്രി വായിക്കുന്ന, നന്നായിട്ട് പോംസ് റീഡ് ചെയ്യുന്ന ആളുകൾക്ക് ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ത് കാര്യത്തിനെയും ലൈഫിൽ ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റും. ഏതൊരു ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ആ ക്യൂരിയോസിറ്റി ഹോൾഡ് ചെയ്തിട്ട് തന്നെ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് പോയട്രി വായിക്കുന്ന ആളുകൾക്ക് പറ്റും. കാരണം അതിലേതൊരു ഹാർഡായിട്ടുള്ള സാധനത്തിനെയും സിമ്പിളായിട്ടുള്ള സാധനത്തിനെയും വളരെ ഹോണസ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പോയറ്റ്സ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. Moore also warns the readers against half poets who are not able to write or appreciate genuine poetry. ഓക്കെ, ഇതിൽ നമ്മുടെ മറിയൻ മൂർ എന്ന് പറയുന്ന നമ്മുടെ പോയറ്റ് നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹാഫ് പോയറ്റ്സ് എന്ന് പറയുന്നത്. ഹാഫ് പോയറ്റ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റാരെങ്കിലും എഴുതിയിട്ടുള്ള തോട്ട്സിനെയോ ഐഡിയാസിനെയോ കടമെടുത്തിട്ട് അവരുടെ സ്വന്തം ലാംഗ്വേജിൽ മാറ്റി എഴുതുന്നവരെയാണ്.
അവരെ പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദെയർ ഐഡിയ. അവർ സ്വന്തമായിട്ട് ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ള അവരുടെ ക്രിയേറ്റീവ് സ്പേസ് എന്ന് വന്ന ഒരു തോട്ടല്ല അത്. ഇൻസ്റ്റെഡ് വേറൊരാൾ എഴുതിയ സാധനത്തിനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹാഫ് പോയറ്റ്സിനെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ദ ഓഫ് കോട്ടഡ് ലൈൻ ഇൻ ദിസ് പോം സമ്മറൈസസ് ഹർ അപ്രോച്ച് ടുവേർഡ്സ് പോയട്രി ടു വേർ ഷി വിഷസ് ടു ഫൈൻഡ് പോയറ്റ്സ് ഹു ക്രിയേറ്റ് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. ഓക്കെ, ഈ ഒരു പോയട്രിയിൽ ഒരുപാട് തവണ പോയട്രീനെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള തിങ്സിനെ കുറിച്ചിട്ട് പോയറ്റ് എഴുതുന്നുണ്ട്. പോയട്രി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ഡിഫറെൻറ്റ് ഏരിയാസിനെയും ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെയും ഒക്കെ കമ്പയർ ചെയ്തിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, അത് ഈ പോയറ്റിന് ആ ഒരു പോയട്രിനോടുള്ള ഒരു അപ്രോച്ച് കാണിക്കാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എത്രത്തോളം പോയട്രിയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നൊക്കെ കാണിക്കാനാണ് ആ ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പോയട്രിനെ കമ്പയർ ചെയ്തിട്ടുള്ളൊരു ലൈനാണ് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. ഈ ഒരു പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. അതായത് പോയട്രി എന്ന് പറയുന്ന ഒരാൾ എഴുതുന്ന ഒരു പോയം ഒരു ഇമാജിനറി ഗാർഡൻ പോലെയാണ്. റിയൽ ആയിട്ട് ആ ഗാർഡൻ ഇല്ല, അതൊരു ഇമാജിനറി ഗാർഡൻ ആണ്. ബട്ട് അതിൽ എന്തുണ്ട്? റിയൽ തോട്ട്സ് ഉണ്ട്. തോട്ട്സ് മീൻസ് ചെറിയ ചെറിയ തവളപ്പൊട്ടുകളെയാണ് നമ്മൾ തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഇമാജിനറി ഗാർഡനിൽ റിയൽ ആയിട്ട് തോട്ട്സ് ഉണ്ട്. ഗാർഡൻ ഇമാജിനറി ആണെങ്കിലും കൂടിയിട്ട് അവിടെ റിയൽ ആയിട്ട് തോട്ട്സ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഒരു പോയം എഴുതുകയാണെങ്കിൽ അതിൽ എല്ലാം ഒരുപാട് ക്രിയേറ്റിവിറ്റി, ഒരുപാട് ഇമാജിനേഷൻ വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ദർ ഈസ് സം റിയാലിറ്റി ഇൻ ദം. ഓക്കെ, ആ ഇമാജിനറി ഗാർഡനിൽ റിയൽ തോട്ട്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പോയറ്റ് എഴുതുന്ന പോയട്രിയിലും എന്തുണ്ട്? റിയാലിറ്റി ഉണ്ട് അലോങ് വിത്ത് ഇമാജിനേഷൻ. Now let's move on to the poem. I too dislike it. There are things that are important beyond all this fiddle. Already mention ചെയ്തിട്ടുണ്ട്. I too dislike it എന്ന് പറഞ്ഞിട്ടാണ് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഹിയർ സ്റ്റാൻഡ്സ് ഫോർ പോയട്രി. എനിക്കും പോയട്രി ഇഷ്ടമല്ല. There are things that are important beyond all this fiddle. ഈ ഒരു കുട്ടിക്കളിനേക്കാളും ഈ ഒരു ജോക്കിനേക്കാളും എനിക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെയും കാര്യങ്ങളുണ്ട്. Reading it, however, with a perfect contempt for it, one discovers that there is in it ആഫ്റ്റർ ഓൾ എ പ്ലേസ് ഫോർ ദ ജെന്യൂൻ. എനിക്കിഷ്ടമല്ലെങ്കിലും എനിക്ക് ഇതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനോടൊരു പെർഫെക്റ്റ് കണ്ടംപ്റ്റ് വെച്ചിട്ട്, അതിനോടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടം വെച്ചിട്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ വെച്ചിട്ട് ഒരാൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റിയും ജെന്യൂൻ സ്പേസും ജെന്യൂൻ മീനിങ്ങും എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പോയറ്റ് പറയുന്നത്. ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ്, eyes that can dilate, and hair that can rise. If it must, these things are important not because of a high-sounding interpretation can be put upon them, but because they are useful. 3 images are കൊടുക്കുന്നത്. ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ്, ഐസ് ദാറ്റ് ക്യാൻ ഡൈലേറ്റ്, ഹെയർ ദാറ്റ് ക്യാൻ റൈസ്. കയ്യിന് എൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അത് പിടിക്കാൻ, എന്തെങ്കിലും ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഐസ് ദാറ്റ് ക്യാൻ ഡൈലേറ്റ്, കാണുന്ന കാഴ്ചകളെ എക്സ്പാൻഡ് ചെയ്ത് കാണാൻ പറ്റുന്ന കണ്ണ്, വളർന്നു വരുന്ന മുടി. ഈ മൂന്ന് ക്വാളിറ്റീസും ഈ 3 ഓർഗൻസിനും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഗൻസിനെ കൊണ്ട് യൂസ് ഇല്ല ആണല്ലോ. ഈ പറയുന്ന ഓർഗൻസിന് ഇത്രയേറെ വാല്യൂ ഉണ്ടാവാൻ കാരണം അവ യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അതിന് ഹൈ പിച്ചുള്ളത് കൊണ്ടോ അത് കേൾക്കാനൊരു റൈമുള്ളത് കൊണ്ടോ അല്ല. അതുപോലെ തന്നെയാണ് പോയട്രി എന്ന് പറയുന്നത്. ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയട്രീൻ്റെ ചിലപ്പം ലാംഗ്വേജ് ആംബിഗസ് ആയത് കാരണം ആളുകൾക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരുപാട് പോയറ്റിക് ഡിവൈസസും അതുപോലത്തെ സംഭവങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം അതിൽ ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അത് ഒരു പക്ഷേ അത് ലാംഗ്വേജ് ഡിഫിക്കൽട്ടായി തോന്നാൻ കാരണം അത് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ടാണ്. അതത്രയും യൂസ്ഫുൾ അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അതിനെ അത്രയും ഡിഫിക്കൽട്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ്, പിടിക്കാൻ കഴിയുന്ന കൈയും ഡൈലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ണും റൈസ് ചെയ്യാൻ പറ്റുന്ന ഹെയറും എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ, എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണോ അതുപോലെ തന്നെയാണ് പോയട്രി. കാണാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇറ്റ് ഈസ് യൂസ്ഫുൾ. When they become so derivative as to become unintelligible, the same thing may be said for all of us that we do not admire, we cannot understand. ഇവിടെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത് ഹാഫ് പോയറ്റ്സിനെയാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ഹാഫ് പോയറ്റ്സ് എന്നുള്ളത്. മറ്റുള്ളവരുടെ ഐഡിയാസിൽ നിന്നും എടുത്തിട്ട് കടമെടുത്തിട്ട് അല്ലെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് ഇവരുടെ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുന്നവരെയാണ് ഹാഫ് പോയറ്റ്സ് എന്ന് പറയുന്നത്. സോ വെൻ ദ ബിക്കം സോ ഡെറിവേറ്റീവ് ആസ് ടു ബിക്കം അൺഇൻ്റലിജിബിൾ, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഡെറിവേറ്റ് ചെയ്തെടുത്തിട്ട് അൺഇൻ്റലിജിബിൾ ആയിട്ട്, അതായത് അണേബിൾ ടു ഗ്രാസ്പ്, നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് വി കനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്.
അതായത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യത്തിനെ നമുക്ക് അഡ്മയർ ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് അഡ്മയർ വാട്ട് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാവാത്തൊരു സാധനത്തിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല, അതിൽ നമുക്കൊരു ഭംഗി കണ്ടെത്താൻ പറ്റില്ല, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഹാഫ് പോയറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പോയട്രിയും അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ഐഡിയ അല്ല അത്. സോ അത് ഡീപ്പായിട്ട് അവർക്ക് പറയാൻ കഴിയില്ല. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് എന്നുള്ളത്. എന്താണ് പോയട്രി കൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹാഫ് പോയറ്റ്സ് അത് എഴുതുന്ന സമയത്ത് ഹാഫ് പോയറ്റ്സിന് ഒരിക്കലും അതിൽ റിയൽ തോട്ട്സ് കൊണ്ടുവരാൻ കഴിയൂല. കാരണം മറ്റൊരാളുടെ പോയട്രീനെയാണ് അവർ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു തോടോ ഒരു പോയട്രിയോ അല്ല അത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമാജിനേഷൻ. അത് ആ ഒരു ഇമാജിനേഷൻ ഹാഫ് പോയറ്റ്സിൻ്റെ കാര്യത്തിൽ വർക്ക് ആവുന്നില്ല. ഓക്കെ, അതാണ് ഈ ഒരു ലൈന് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. The bat holding on upside down or in quest of something to eat, elephants pushing, a wild horse taking a roll, a tireless wolf under a tree, the immovable critic twinkling his skin like a horse that feels a flea, the baseball fan, the statistician, case after case could be cited did one wish it, nor is it valid to discriminate against business documents and school books. All these phenomena are important. ഇവിടെ പറയുന്നത് ഈവൻ മൈന്യൂട്ടായിട്ടുള്ള ഫിഡിലായിട്ട് ട്രിവിയലായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പോയട്രി എഴുതുന്നുണ്ട് അല്ലെങ്കിൽ പോയം എഴുതുന്നുണ്ട്. അതിൽ പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ബാറ്റ് ഹോൾഡിങ് ഓൺ അപ്സൈഡ് ഡൗൺ ഓർ ഇൻ ക്വസ്റ്റ് ഓഫ് സംതിങ് ടു ഈറ്റ്. അതായത് തലകുത്തിനെ തൂങ്ങിക്കിടക്കുന്നത് ബാറ്റിൻ്റെ ഇമേജസാണ് നമ്മൾ എപ്പോഴും കാണാറ്. അങ്ങനത്തെ ബാറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താ കഴിക്കാൻ കിട്ടുക എന്ന് ചിന്തിച്ചിരിക്കുന്ന ബാറ്റിനെ കുറിച്ചിട്ട്. എലഫൻസ് പുഷിങ്, തള്ളിക്കൊണ്ടിരിക്കുന്ന എലഫൻസിനെ കുറിച്ചിട്ട്. വൈൽഡ് ഹോഴ്സ് ടേക്കിംഗ് എ റോൾ, ഇമേജസ് ആണ് ഈ ഹോഴ്സ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജ്. എ ടൈലസ് വൂൾഫ് അണ്ടർ എ ട്രീ, ഒരു മരത്തിൻ്റെ താഴെ നിൽക്കുന്ന ഒരു വൂൾഫ്. ദ ഇമ്മൂവബിൾ ക്രിട്ടിക് ട്വിങ്ക്ലിംഗ് ഹിസ് സ്കിൻ ലൈക്ക് എ ഹോഴ്സ് ദാറ്റ് ഫീൽസ് എ ഫ്ലീ, ഒരു കുതിരൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു ഫ്ലീ വന്നിരിക്കുമ്പം അതിൻ്റെ സ്കിൻ അത് ടച്ച് ചെയ്ത് റബ്ബ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇമ്മൂവബിൾ ക്രിട്ടിക്, ഒരു ക്രിട്ടിക്കായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്കിൻ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്ന ആ ഒരു മൂവ് ചെയ്യുന്ന ആ ഒരു ഇമേജ്. അതുപോലെ തന്നെ ദ ബേസ്ബോൾ ഫാൻ, ദ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ഇത്രയും ആളുകളെ കുറിച്ചിട്ടെല്ലാം പോയട്രി എഴുതാം. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് എല്ലാം ചിന്തിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടെല്ലാം നമുക്ക് പോയട്രി എഴുതാം എന്നാണ് പോയറ്റ് പറയുന്നത്. Case after case could be cited did one wish it, nor is it valid to discriminate against business documents and school books. ഓക്കെ, ആർക്കും തന്നെ ഇത് അത്ര സ്റ്റാൻഡേർഡ് ഉള്ളതല്ല അല്ലെങ്കിൽ ഇത് അത്ര ക്വാളിറ്റി ഉള്ള ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ആർക്കും അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനൊന്നുമില്ല. ഒരാളൊരു പോയം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വാലിഡ്. ഓക്കെ, എന്ത് കേസിനെ കുറിച്ചിട്ടും എഴുതാം, എന്തൊരു സാധനത്തിനെ കുറിച്ചിട്ടും എഴുതാം, അയാൾക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ചിട്ട് എന്തിനെ കുറിച്ചിട്ടും എഴുതാം. നോർ ഈസ് ഇറ്റ് വാലിഡ് ടു ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സ്കൂൾ ബുക്സ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഡോക്യുമെൻറ്റ്സിൻ്റെ അത്ര ഒരു വാലിഡിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു ക്വാളിറ്റി ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്കൂൾ ബുക്സിൻ്റെ കൂടെ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാനും പാടില്ല. ഓൾ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പം അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാലുമേലെയും തല താഴെയുമായി തൂങ്ങിക്കിടക്കുന്ന ബാറ്റിൻ്റെ ലൈഫ് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നാം. അതൊരു പോയമാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വേറെ ആംഗിളിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഫിഡിലായിട്ടായിരിക്കില്ല നമുക്ക് തോന്നുന്നുണ്ടാവുക. അതുകൊണ്ടാണ് പോയട്രി ഒന്നിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, ഒരു സാധനത്തിനെയും അതിൻ്റെ സ്റ്റാൻഡേർഡോ അതിൻ്റെ ക്വാളിറ്റിയോ അളക്കുന്നില്ല എന്നൊക്കെ പറയാൻ കാരണം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഓരോ ഇൻസ്റ്റൻസും അല്ലെങ്കിൽ ഓരോ എക്സാമ്പിൾസ് എടുത്ത് സൈറ്റ് ചെയ്യാൻ കാരണം. നമ്മൾ ട്രിവിയലാണ് അല്ലെങ്കിൽ സില്ലി ആണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും പല പോയറ്റ്സും ഇമ്പോർട്ടൻ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. അതാണ് ഈ ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ ഈ ഒരു പാസേജിലൂടെ ഉദ്ദേശിക്കുന്നത്. One must make a distinction. However, when dragged into prominence by half poets, the result is not poetry, nor till the autocrats among us can be literalists of imagination, above insolence and triviality, and can present for inspection imaginary gardens with real tolls in them. Shall we have it? അഗെയിൻ ദ പോയറ്റ് ഈസ് റിപ്പീറ്റിംഗ് അബൌട്ട് ഹാഫ് പോയറ്റ്സ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള ഹാഫ് പോയറ്റ്സിനെ കുറിച്ചിട്ട് പോയറ്റ് വീണ്ടും പറയാണ്. വായിക്കുന്ന റീഡേഴ്സ് നമ്മളെപ്പോലെയുള്ള റീഡേഴ്സ് ആയിരിക്കണം ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കേണ്ടത് ഹാഫ് പോയറ്റ്സിനെ കുറിച്ചിട്ടും ജെന്യൂൻ ആയിട്ട് എഴുതുന്ന ആൾക്കാരെ കുറിച്ചിട്ടും. ഹാഫ് പോയറ്റ്സ് എഴുതിയിട്ടുള്ള ഒരു പോയത്തിന് ഒരിക്കലും ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ എഴുതുന്ന അത്രയും ജെന്യൂനിറ്റി ഉണ്ടാവില്ല. കാരണം അവരുടെ പോയട്രിയിൽ ഒരിക്കലും നമുക്ക് റിയൽ തോട്ട്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ദ റിസൾട്ട് ഇസ് നോട്ട് പോയട്രി. ഹാഫ് പോയറ്റ്സ് എഴുതുന്ന പോയട്രിനെ നമുക്കൊരിക്കലും
ഒരിക്കലും പോയട്രി എന്ന് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് കോപ്പി പേസ്റ്റ്. അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐഡിയ വേറൊരാളുടേതാണ്. അപ്പോൾ ഒരിക്കലും അതിനെ നമുക്ക് പോയട്രി എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, നോട്ട് ഇൽ ദ ഓട്ടോക്രാറ്റ്സ് അമംഗ് us ക്യാൻ ബി ലിറ്ററലിസ്റ്റ് ഓഫ് ദി ഇമാജിനേഷൻ. നമ്മളെ ഇടയിലുള്ള ഓട്ടോക്രാറ്റ്സ് മീൻസ് ഓട്ടോക്രാറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ലിറ്ററലിസ്റ്റ് ഓഫ് ഇമാജിനേഷൻ ആവാൻ പറ്റൂല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഐഡിയ അല്ല അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. മറ്റാരോ ഇതിനെ മുന്നേ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസാണ് വീണ്ടും ഓട്ടോക്രാറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഹാഫ് പോയറ്റ്സ് അവരുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനത്തിനല്ല എഴുതി വെക്കുന്നത്. മറ്റാരോ എഴുതിയിട്ടുള്ള സാധനത്തിനെ വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ അതിൻ്റെ റിസൾട്ട് നമുക്കൊരിക്കലും ഒരു പോയട്രി എന്ന് പറയാൻ പറ്റില്ല. അവരെ പോലെയുള്ള ഹാഫ് പോയറ്റ്സാണ് ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നിലോട്ട് വെക്കുന്നത്. ജെന്യൂൻ അല്ലാത്ത ഒട്ടും മീനിങ് ഫുൾ അല്ലാത്ത ഐഡിയാസ് നമ്മൾ മുന്നിലോട്ട് വെക്കുന്നത് ഹാഫ് പോയറ്റ്സ് ആയിട്ടുള്ള ഇവരെ പോലെയുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം ഷാൾ വി ഹാവ് ഇറ്റ്. ഓക്കെ, പോയറ്റ് വിഷ് ചെയ്യാണ് ഇതുപോലത്തെ പോയട്രി കാണാൻ വേണ്ടിയിട്ട്. ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം, ഈ ഒരു ടേം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഒരു പോയട്രി എന്ന് പറയുമ്പം ഇമാജിനേഷൻ പ്ലസ് റിയാലിറ്റിയാണ്. ഇത് രണ്ടും ഉണ്ടായിരിക്കണം എന്നാണ് പോയറ്റ് പറയുന്നത്. In the meantime, if you demand on the one hand the defense of their opinion, the raw material of poetry in all its rawness, and that which is on the other hand genuine, then you are interested in poetry. ഇങ്ങനത്തെ ആൾക്കാരാണ് പോയട്രിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജെന്യൂനിറ്റി കാണിക്കുന്ന റീഡേഴ്സ് എന്നാണ് ഇനി പോയറ്റ് പറയുന്നത്. അതായത് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് എന്നാണ് പോയട്രിക്ക് നമ്മുടെ പോയറ്റ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ, ആ ഇമാജിനറി ഗാർഡനിൽ നിന്ന് റിയൽ തോട്ട്സിന് ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് ഒറിജിനൽ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള റീഡേഴ്സ്. അതാണ് ഇവിടെ റോ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? റോ ആയിട്ട് പച്ചയ്ക്ക് നിൽക്കുന്ന സാധനങ്ങളെയാണ്. സോ അതുപോലെ അത് നമ്മുടെ പോയട്രിയിൽ റിയൽ തോടാണ്, റിയാലിറ്റീനെയാണ് ഇവിടെ റോനെസ് എന്ന് പറയുന്നത്, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഒരു പോയട്രി വായിക്കുന്ന ആൾ ഡീപ്പായിട്ട്, ഒരു പോം വായിക്കുന്ന ആൾ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിൻ്റെ റോനെസ്സിനെ തിരയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ ഏറ്റവും ബേസിക്കായിട്ട് പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഈ റീഡർ തിരയാണെന്നുണ്ടെങ്കിൽ ദെൻ ഹി ഓർ ഷീ ഈസ് ദ ജെന്യൂൻ റീഡർ എന്നാണ് പോയറ്റ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതായത് വെറുതെ ഒരു പോം കാണുമ്പം അത് വെറുതെ വായിച്ച് പോവാതെ, ടൈം പാസിന് വായിച്ച് പോവാതെ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ കാമ്പ്, എന്താണ് അതിൻ്റെ കാതൽ എന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോയിട്ട് അത് കണ്ടുപിടിക്കുന്ന, ഡീപ്പായിട്ട് കീനായിട്ട് അത് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ് ജെന്യൂനായിട്ട് അല്ലെങ്കിൽ പോയട്രിയിൽ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ എന്ന് പോയറ്റ് പറയുന്നത്. അതായത് ഇത്രയും സിമ്പിളായിട്ടുള്ള, ഇത്രയും ട്രിവിയൽ ആയിട്ടുള്ള, ഇത്രയും സില്ലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് ഒരാളൊരു പോം എഴുതുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ ബേസ്, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്ന് ഒരാൾ തിരഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് ദ റിയൽ വൺ ഹൂ ലൈക്സ് പോയട്രി. അദ്ദേഹത്തിനാണ് അല്ലെങ്കിൽ ആ ആൾക്കാണ് പോയട്രി അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ജെന്യൂനായിട്ട് തോന്നിയിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ എൻഡിൽ നമ്മുടെ പോയറ്റ് പറയുന്നത്. സോ ഈ ഒരു പോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വായിക്കുന്ന ആളുകളിലേക്ക് പോയട്രി കൊണ്ടുവരേണ്ടത്. അതായത് ഒരു പോം വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാമാണ് തോന്നേണ്ടത്. ഇത് വെറുതെ ഒരാൾ എഴുതി വെച്ചൊരു സാധനമല്ല, അയാളുടെ ഇമാജിനേഷൻ റിയാലിറ്റിയിലോട്ട് മിക്സ് ചെയ്യുന്നതാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. So that's all about the poem. I hope you understood. See you all with another video. Thank you.